നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. പണം കടം വാങ്ങി തിരിച്ചു നൽകിയില്ലെങ്കിൽ സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരേ കാര്യത്തിന് ക്രിമിനൽ നടപടിയും സിവിൽ നടപടിയും സ്വീകരിക്കാനാവുമോ? ഒരാൾ എനിക്ക് 2 ലക്ഷം രൂപ തരാനുണ്ട്. ഇത് സംബന്ധിച്ച് എഗ്രിമെൻ്റ് എഴുതിയിട്ടുമുണ്ട്. കൂടെ സെക്യൂരിറ്റി ആയിട്ട് ഒപ്പിട്ട ചെക്കും നൽകിയിട്ടുണ്ട്. പണം നൽകുവാൻ 6 മാസത്തെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ പണം നൽകിയില്ല എങ്കിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. മറുപടി നമുക്ക് നോക്കാം. തീർച്ചയായും കരാർ പ്രകാരം പണം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഇതിനായി പ്രധാനമായി 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത് ചെക്ക് കേസ്. പണം നൽകുവാൻ പറഞ്ഞ 6 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടും തുക ലഭിച്ചില്ല എങ്കിൽ ചെക്ക് ബാങ്കിൽ പണത്തിനായി നൽകാം. അക്കൗണ്ടിന് പണമില്ലെന്ന കാരണത്താൽ കാണിച്ച് ചെക്ക് മടങ്ങുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് റിട്ടേൺ മെമ്മോ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ പ്രതിക്ക് നോട്ടീസ് അയച്ചിരിക്കണം. നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ അയാൾ പണം നൽകില്ല എങ്കിൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ഇതിലൂടെ പ്രതിക്ക് തടവ് ശിക്ഷയോ തുകയുടെ ഇരട്ടി വരെ പിഴയോ ശിക്ഷ ലഭിക്കാം. രണ്ടാമത് സിവിൽ കേസ്. താങ്കളുടെ കാര്യത്തിൽ എഗ്രിമെൻ്റ് ഉള്ളതിനാൽ തന്നെ പണം ഈടാക്കുന്നതിനായി താങ്കൾക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്ന നടപടിയിലൂടെ എതിർകക്ഷിയുടെ വസ്തുവകൾ കണ്ടുകെട്ടാൻ കോടതിക്ക് അപേക്ഷിക്കാം. വസ്തു അറ്റാച്ച് ചെയ്യപ്പെട്ടാൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് ആ വസ്തു വിൽക്കുവാനോ മറ്റ് ആധാരങ്ങൾ ചെയ്യാനോ ലോൺ എടുക്കുവാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ പണം വേഗം തിരിച്ചു നൽകി കേസ് ഒത്തുതീർപ്പുകാൻ പ്രതി ശ്രമിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ചെക്ക് കേസുകളിൽ ഓരോ ദിവസവും നിർണായകമാണ്. നോട്ടീസ് അയക്കുന്നതിലോ പരാതി നൽകുന്നതിലോ ഒരു ദിവസം വൈകിയാൽ പോലും കേസ് അസാധുവായേക്കും. സിവിൽ കേസ് നൽകുന്നതിനും 3 വർഷമെന്ന കൃത്യമായ ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു അഭിഭാഷകനെ കണ്ട് കൃത്യമായ നിയമോപദേശം തേടുക. പിന്നീടുള്ള നടപടികളിലേക്ക് കടക്കുക. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.